ഹലോ ഗൈസ്, ഇത് എൻ്റെയും ഗോലയുടെയും ആദ്യത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പിൻ്റെ ഒരു മിനി വ്ളോഗാണ് ഈ കാണുന്നത്. വേണമെങ്കിൽ ഒരു ഹണിമൂൺ ട്രിപ്പെന്നും പറയാം. ഞങ്ങൾ പരിചയപ്പെട്ടതിന് ശേഷം മനസ്സിലായ ഒരു കാര്യമാണ്, ഞങ്ങൾക്ക് രണ്ടുപേർക്കും യാത്ര ചെയ്യാൻ വളരെ ഇഷ്ടമാണെന്ന്. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അധികം സമയം കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ അടുത്ത ഗോലയുടെ വരവിന് ഞങ്ങൾ എന്തായാലും ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പ്ലാൻ ചെയ്തു. സോ ഞങ്ങൾ ഈ ട്രിപ്പിൽ പോകുന്നത് വിയറ്റ്നാമിലേക്കാണ്. ഇത് മാത്രമല്ല, ഇതെൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് കൂടിയാണ്. അപ്പോൾ അതിൻ്റേതായ എക്സൈറ്റ്മെൻറ്റും ടെൻഷനും എല്ലാം എൻ്റെ മുഖത്തുണ്ട്. ബട്ട് കോവിലേട്ടൻ ഭയങ്കര കൂളായിട്ട് നൈസായിട്ട് അത് ഹാൻഡിൽ ചെയ്ത് എന്നെ ഭയങ്കര കംഫർട്ടാക്കിയാണ് കൊണ്ടുപോയത്. നമ്മുടെ ഫ്ലൈറ്റ് കൊച്ചിയിൽ നിന്നായിരുന്നു. പക്ഷേ കണക്ഷൻ ഫ്ലൈറ്റ് ആയതുകൊണ്ട് നമുക്ക് ആദ്യം കോലാലംപൂർ ഇറങ്ങേണ്ട വന്നു. പിന്നെ കുറച്ചൊരു 4 hours വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അടുത്ത ഫ്ലൈറ്റിന് വിയറ്റ്നാമിലെ ദനാങ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് എത്തിയത്. ഫസ്റ്റ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ വിൻഡോ സീറ്റ് കിട്ടിയാൽ കൊള്ളാമെന്നുള്ള മോഹം എനിക്കും ഉണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാം, കൊച്ചിയിൽ നിന്ന് വിൻഡോ സീറ്റ് കിട്ടിയില്ല. അത് നന്നായി, അത് രാത്രിയായിരുന്നു, വലിയ കാഴ്ചകളൊന്നും ഇല്ലല്ലോ. കോലാലംപൂരിൽ നിന്ന് കയറിയപ്പോൾ വിൻഡോ സീറ്റ് കിട്ടി. അത് മാത്രമല്ല, നല്ലൊരു മോർണിംഗ് വ്യൂവും കാണാൻ പറ്റും. നമ്മളിങ്ങനെ മനസ്സിലിട്ട് സ്വപ്നം കാണുന്ന ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാവുമ്പോൾ അതൊരു വേറെ ലെവൽ ഫീലിംഗ് ആണ്. ലാസ്റ്റ് നമ്മളിതാ ദനാങ് എയർപോർട്ടിൽ ഇറങ്ങി. നമ്മുടെ പെട്ടി കണക്ഷൻ ഫ്ലൈറ്റിലല്ല വന്നത്. അതുകൊണ്ട് തന്നെ പെട്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം ആ എയർപോർട്ടിൽ ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് നടന്നു. അങ്ങനെ പെട്ടി കിട്ടി പുറത്തിറങ്ങിയപ്പോൾ നമ്മളെ പിക്ക് ചെയ്യാനുള്ള ആളും എത്തി. പുള്ളിയുടെ പേര് മിന്നെന്നാണ്. അങ്ങനെ ഞങ്ങൾ വണ്ടി കയറിയിട്ട് വിയറ്റ്നാം കാഴ്ചകൾ കാണുകയാണ്. നമ്മുടേതുപോലുള്ള ലാൻഡ്സ്കേപ്പൊക്കെ തന്നെയാണ്, നല്ല പച്ചപ്പും മനോഹാരിതയൊക്കെ ഉണ്ട്. പിന്നെ പോകുന്ന വഴി ഒരു സൈഡ് ഫുള്ള് ബീച്ച് കാഴ്ചകളായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഹോട്ടലിലെത്തി. നമ്മുടെ ഹോട്ടലിൻ്റെ പേരാണ് ഗോൾഡൻ ഗ്രാൻഡ് ഹോട്ടൽ. നല്ല അടിപൊളി ഹോട്ടൽ തന്നെയാണ്. ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ ഞങ്ങൾ ആദ്യം തന്നെ ഫുഡ് കഴിക്കാനാണ് പോയത്. കാരണം ടൈം ഉച്ചയായല്ലോ, ഉച്ച കഴിഞ്ഞു എന്ന് വേണേൽ പറയാം. അങ്ങനെ അതിൻ്റെ ടോപ്പ് വ്യൂ ആണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫ്രൈഡ് റൈസാണ് ഓർഡർ ചെയ്തത്. നമ്മുടെ ഫ്രൈഡ് റൈസിനെക്കാട്ടിലും കുറച്ച് ടേസ്റ്റ് വ്യത്യാസം ഉണ്ടെങ്കിലും സംഭവം അടിപൊളിയായിരുന്നു. അങ്ങനെ ഫുഡും കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി. ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഫ്ലൈറ്റിൻ്റെ വിശേഷം. ബാക്കി അടുത്ത വീഡിയോ. ബൈ.